വെൽക്കം ടു ഡ്രീം വേൾഡ്. ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഒരു കിടിലൻ ടേസ്റ്റുള്ള ഈത്തപ്പഴ അച്ചാറാണ്. അതിനായി ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് 1.5 കിലോ പച്ച ഈത്തപ്പഴം, പഴുത്തത് കുറച്ചെടുക്കുക, 3 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 3 പച്ചമുളക്, 2 വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് കായപ്പൊടി. ഇനി ഫ്ലെയിം ചൂടാക്കിയതിന് ശേഷം ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലെണ്ണ നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ല എല്ലാതും പൊട്ടി വന്ന് അതിനുശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം നന്നായിട്ട് മാറുന്നത് വരെ സിമ്മിലിട്ട് വഴറ്റി കൊടുക്കുക. ഇത് വഴറ്റി വന്നതിന് ശേഷം കുറച്ച് കരിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ എടുത്ത് ചേർക്കുക. നന്നായിട്ട് വഴറ്റി കൊടുത്ത് അത് വഴണ്ട് വരാനുള്ള പരുവം വയ്ക്കണം. ഇപ്പോൾ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുക. അതിനുശേഷം എടുത്തു വെച്ചിട്ടുള്ള എല്ലാ പൊടികളും ചേർത്ത് കൊടുത്ത് പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. ഇനി കുറച്ച് കളർ ചേഞ്ച് ആകുന്നത് കാണാം. ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുക, വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇപ്പോൾ 3 ടേബിൾ സ്പൂണാണ് ഒഴിച്ചിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം. കൂടി പോകരുത്.
ഒരു 4 ടേബിൾ സ്പൂണൊക്കെ മതി. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം, അധികമാകും ചെയ്യരുത്, കുറച്ച് പാകത്തിനായിട്ട്. വെള്ളമൊന്ന് ഇതിൽ കിടന്ന് ഈ വെള്ളത്തിൽ കിടന്നതൊക്കെ ഒന്ന് വെന്ത് വരും. അപ്പോൾ കുറച്ചും പാടെ തികയാത്ത മതി തോന്നിയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല മിക്സ് ചെയ്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പും മുളകൊക്കെ നമുക്ക് ആവശ്യത്തിന് എത്ര വേണം അതിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം എടുത്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈത്തപ്പഴത്തിലേക്ക് ആവശ്യമായ ഉപ്പും പാടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. കഴിയുന്നത്ര മിക്സ് ചെയ്യുക. ഒരു അടപ്പെടുത്തിട്ട് കുറച്ച് നേരം മൂടി വെക്കുക. അതിനുശേഷം കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കായപ്പൊടി കൂടി മിക്സ് ചെയ്യുക. ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ കായപ്പൊടിയാണ്. ഇപ്പോൾ കണ്ടില്ല, അതിൻ്റെ നന്നായി ഇതായി വന്നിട്ടുണ്ട്. നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലെടുത്ത് സൂക്ഷിച്ച് വെക്കാം. കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തു.